ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. 1 ലക്ഷം പേര് മുസ്ലിങ്ങളുണ്ട്, 88 ലക്ഷം പേരും IS ആയാൽ മാത്രമേ ISന്റെ ഭീഷണി ഉണ്ടെന്ന് ഹാഷ്മി സമ്മതിക്കൂ. ഷാറി ബാബു, ഇവിടെ പി ജയരാജന്റെ പുസ്തകം എഴുതാം. പി ജയരാജൻ എഴുതുന്ന പുസ്തകത്തിന്റെ തലക്കെട്ട് എന്താണ്? ഈ പറയുന്ന കേരള രാഷ്ട്രീയം, കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന പദാവലികളൊന്നുമല്ല, അതിന്റെ ചരിത്രരചന സാധ്യവുമാണ്. പക്ഷേ ഈ IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ കേൾക്കാൻ ഇല്ലാത്ത ഒരു സംഘടനയും അതിനോട് PJ ചേർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് താങ്കളുടെ ഒരു ധാരണ? അറിയൂ ബാബു. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് പുതിയ ഒരു വെളിപ്പെടുത്തലോ പുതിയ ഒരു പ്രസ്താവനയോ അല്ല. ജയരാജൻ നടത്തിയ ഒരു പ്രസ്താവന എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ അതിനൊരു പുതുമ ഉണ്ട് എന്ന് പറയാം എന്നല്ലാതെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തന്നെ ആ നിലയ്ക്കുള്ള ആശങ്കകൾ രേഖപ്പെടുത്തപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കറിയാം 2010 ശ്രീ VS അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവന കേരളത്തിലെ ചില തീവ്രവാദ സംഘടനകൾ ഈ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഉള്ള പരിശ്രമം നടത്തുന്നുണ്ട് എന്ന പ്രസ്താവന നടത്തിയത് സാക്ഷാൽ ശ്രീ VS അച്യുതാനന്ദനാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ ആ പ്രസ്താവന നടത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ആണ്, അല്ലെങ്കിൽ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആക്ഷേപം നേരത്തെ സംസാരിച്ച ഷൈജു ആന്റണിക്കുണ്ടോ? അപ്പോ ഇത് VS അച്യുതാനന്ദൻ മാത്രമല്ലല്ലോ, കേരളത്തില് ചുരുങ്ങിയത് 3 പോലീസ് ചീഫുമാരെങ്കിലും, നമ്മൾ DGP എന്ന് പറയുന്ന പോലീസ് ചീഫുമാരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ലേ? TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. TP സെൻകുമാറിനെ ഇനി വേണമെങ്കിൽ സംഘിയായിട്ട് നമുക്ക് ചാപ്പ കുത്തി മാറ്റി നിർത്താം. ലോകനാഥ ബെഹ്റ പറഞ്ഞത് ഇത് തന്നെയല്ലേ? എന്തിന് ജേക്കബ് ന്യൂസ് റിട്ടയർ ചെയ്ത ഉടനെ നടത്തിയ പ്രസ്താവനയും ഇത് തന്നെയായിരുന്നില്ലേ? അല്ല, നേരിട്ട് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഷാറി ബാബു, ഇവിടെ നമ്മൾ നേരിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് കെട്ടടങ്ങി എന്ന് കരുതുന്ന ഷാറി ബാബു, ഇവിടെ ഇപ്പോൾ ലോകത്ത് കെട്ടടങ്ങി എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരു താൽക്കാലിക പ്രതിഭാസം എന്ന് വിലയിരുത്തപ്പെടുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പിന്തുണ ഒരു കാലത്തും ഇല്ലാത്ത ഒരു സംഘം, ആ സംഘം അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ഭ്രാന്തനാശയക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അത് തുടങ്ങിയതുപോലെ തന്നെ അവസാനിച്ച ഒരാശയത്തെ PJ, ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇനി രാഷ്ട്രീയ ഇസ്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആ സംഘടനയെ PJ ചേർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങളുടെ ധാരണ. ഷാറി ബാബു. അല്ല, കേരളത്തെ അത് CPM-നെ ബാധിക്കുന്നു. അത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചെറുപ്പക്കാർ ഇപ്പോ ഇവിടെ ഈ കണക്കാണ് പറയുന്നത്. അതായത് എത്ര പേര് പോയി, അങ്ങനെയല്ല അതിനെ കണക്കാക്കേണ്ടത്. ഇസ്ലാമിക തീവ്രവാദ ആശയം എന്ന് പറയുമ്പോ അത് അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയാം. IS എന്നുള്ളത് ഇപ്പൊ ഇവിടെ പറഞ്ഞു IS നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. IS ഒരു പ്രതീകമാണ്. നമ്മൾ IS എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീകരമായ ഒരു മുഖം, ആ ഭീകരമായ മുഖത്തെ ആകമാനം പറയുന്ന ഒരു പേരായിട്ട് കണക്കാക്കിയാൽ മതി. ലാറി ബാബു, ഇവിടെ കേരളത്തിൽ നിന്ന് റിക്രൂട്ടിംഗ് നടക്കുന്നു അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് നടന്നു എന്ന് നമ്മൾ വ്യാപകമായി പറയുമ്പോൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് തന്നെ പരിശോധിക്കണ്ടേ? എത്ര പേരാണ് IS-ലേക്ക് പോയത് എന്ന് തന്നെ പരിശോധിക്കണ്ടേ ലാറി ബാബു? അല്ല, IS-ലേക്ക് എത്ര പേര് പോയി? എന്തായാലും ഒരാളെങ്കിലും പോയിട്ടുണ്ടോ? 21 പേര് പോയി എന്ന് സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 21 പേര് പോയി എന്ന്. അത് കഴിഞ്ഞ് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് 23 പേര് പോയി. അത് എന്തോ അല്ല, അത് കഴിഞ്ഞും കണക്ക് വന്നു എന്ന് പറഞ്ഞാൽ 2000 ലോക്സഭയിലെ ചോദ്യത്തിന് അന്ന് കൊടിക്കുന്നിൽ സുരേഷാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, വെദർ ദ റിപ്പോർട്ട്സ് ഓഫ് സം persons in the country including from Kerala have joined ISIS and if so the details thereof എന്ന ചോദ്യത്തിന് the NIA has registered 19 cases related to ISIS and out of these charge sheets have been filed in 11 cases എന്ന് പറഞ്ഞാൽ 130 കോടിയിൽ 11 കേസാണ് ISIS റിക്രൂട്ട്മെന്റ് രാജ്യത്തുണ്ടായ കാര്യം ആര് പറയുന്നത്? ആരാണ്? നമ്മുടെ MHA പറയുന്നതാണ്. 2 of these cases relate to missing of 22%. അതായത് 2 കേസുകളാണ് കേരളത്തിൽ ISIS ബന്ധപ്പെടുന്നത്. കേന്ദ്രം പറയുന്ന കണക്കാണ്. 130 കോടിയിൽ 19 കേസിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ ഭീകരമായി പറയേണ്ടത് അല്ലേ? അല്ല, പിന്നെ എത്ര പേര് പോകണം ഹാഷ്മി? IS-ലേക്ക് എത്ര പേര് പോയാലാണ് IS-ന്റെ ഭീഷണി കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുക? എത്ര പേര് യുപിയിൽ എത്ര പേര് പോയി? ഇത് വളരെ വ്യക്തമല്ലേ? ജയരാജൻ പറഞ്ഞത് എന്താ? കാശ്മീരിൽ പോയി വെടിയേറ്റ് മരിച്ചു 4 പേര്. ഒരു സെക്കൻഡ്, ജയരാജൻ പറഞ്ഞത് എന്താ? കാശ്മീരിൽ പോയി 4 പേര് വെടിയേറ്റ് മരിച്ചു.
എന്താ 4 പേര് വെടിയേറ്റ് മരിച്ചാൽ പോലെ ഒരു 4000 പേര് വെടിയേറ്റ് മരിച്ചാലേ കേരളത്തിൽ അതൊരു ഭീഷണിയായിട്ട് തോന്നുന്നു എന്നുണ്ടോ ഹാഷ്മിക്ക് അഭിപ്രായം ഉണ്ടോ? ഇതൊരു ആശയമാണ് ഹാഷ്മി. തീവ്രവാദം ഒരു ആശയമാണ്. ആ ആശയത്തിന്റെ പ്രയോക്താക്കളായിട്ട് രംഗത്ത് വരുന്നവർ ആൾക്കാരുണ്ടാവുള്ളൂ. ഇനി മുസ്ലിം മതവിഭാഗത്തേക്ക് ഒളിയം പറയുകയാണെങ്കിൽ ആർ വി ബാബു, കേരളത്തിലെ 2011 സെൻസസ് പ്രകാരം എത്രയാണ്? 88 ലക്ഷമാണ്. ഹാഷ്മി തുടക്കം മുതൽ ഇങ്ങനെ അല്ല, ഞാൻ പറയട്ടെ, തുടക്കം മുതൽ അല്ലെങ്കിൽ 88 ലക്ഷം പേരാണ്. 88 ലക്ഷം പേര് മുസ്ലിങ്ങളുണ്ട്. 88 ലക്ഷം പേരും IS ആയാൽ മാത്രമേ ISന്റെ ഭീഷണി ഉണ്ടെന്ന് ഹാഷ്മി സമ്മതിക്കൂ. 88 ലക്ഷം പേര് 4 പേര് പോയി കഴിഞ്ഞാൽ ആർ വി ബാബു 88 ലക്ഷം പേരിൽ ആകെ 4 പേരാണ് അങ്ങോട്ടേക്ക് പോയതെങ്കിൽ, അല്ലെങ്കിൽ 2 IS കേസ് ആണെങ്കിൽ ആ മതസമൂഹം എത്രത്തോളം അവജ്ഞയോടുകൂടി ആ സംഘത്തെ തള്ളിക്കളയുന്നു എന്നതിന് ഉദാഹരണമല്ലേ ആ കണക്ക്? ആണോ? അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ഇക്കൂട്ടർ കഴിയുന്നില്ല എന്നതിന് തെളിവല്ലേ കണക്ക്? നോക്കൂ, അല്ല, ആ മതസമൂഹം പറയാം, ആ മതസമൂഹത്തിൽ നിന്ന് ചെറുപ്പക്കാര് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ നിയമപരമായ തലത്തിൽ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പോകാൻ പറ്റാത്തത് എന്നുള്ളൊരു വായനയും കൂടി അതിന്റെ കൂട്ടത്തിൽ നടത്തണം ഹാഷ്മി. അങ്ങനെ ഒരു വായനയും കൂടി ഉണ്ട്. ഒന്നാമത്. 2, എല്ലാവരും പോകണ്ടെന്നേ, എല്ലാവരും പോകണ്ട. മറിച്ച് ഞാൻ പറയട്ടെ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷൈജു ആന്റണിയെ പൂർണ്ണമായും നിങ്ങൾ അനുവദിച്ചല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇപ്പൊ ഇവിടെ എന്താണ് ദീപിക അടക്കം ഉയർത്തുന്ന ചില ദീപിക മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ ആശങ്കയായിട്ട് അവർ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താ? വഖഫിന്റെ വിഷയം വന്നു. ക്രൈസ്തവ സഭ അവരുടെ ആശങ്ക പറഞ്ഞില്ലേ? വഖഫിന്റെ വിഷയത്തില്, വഖഫ് ബോർഡിന്റെ നിയമത്തില് അത് ഒരു തരത്തിൽ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗം തന്നെയല്ലേ? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ് വഖഫിന്റെ വിഷയം. അതേപോലെ തന്നെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലെ നിസ്കാരത്തിന്റെ വിഷയം വന്നു. നിർമ്മല കോളേജിലെ നിസ്കാരത്തിന്റെ വിഷയം വന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് കാശ്മീർ. ഇതെല്ലാം കേരളത്തിൽ വ്യാപകമായി ഒരു മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശസ്നേഹിയാണെന്ന് പറയുന്ന ഒരാളെ BJP MP ആക്കി വെച്ചു. അതിനേക്കാൾ വലുതാണോ പൈങ്ങോട്ടൂര്? ആർ വി ബാബു, ഈ ഭ്രാന്തം കൂട്ടം എല്ലായിടത്തും ഉണ്ടാവുന്നേ. ഗോഡ്സയെ അങ്ങനെയല്ലല്ലോ ഒരു മതസമൂഹത്തിന്റെ പിന്തുണ അതിനുണ്ടാവുമ്പോഴോ? ഇവിടെ കൈവെട്ട് കേസിലെ പ്രതിയെ ജയിപ്പിച്ചതും ഇവിടെ ഈ കേരളത്തിൽ തന്നെയല്ലേ? ജയിപ്പിച്ചതും ഈ കേരളത്തിൽ തന്നെയല്ലേ? അല്ലേ? RSSകാർ എത്ര കണ്ണൂരിൽ എത്ര CPമാരെ വെട്ടിക്കൊന്നു, ജയിപ്പിച്ചിട്ടില്ലേ? CPമാർ തിരിച്ച് RSSകാരെ വെട്ടിക്കൊന്നിട്ടില്ലേ? ഇവിടെ ഹത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ആർക്കെങ്കിലും അടിച്ചു വെച്ച് കൊടുത്തിട്ടുള്ളതാണോ? അല്ല ഹാഷ്മി, താങ്കൾ മതഭീകരവാദത്തെ, ലോകം മുഴുവൻ ആശങ്കയോടെ കാണുന്ന മതഭീകരവാദത്തെ ജനറലൈസ് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്യാണ്, വളരെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുമായിട്ട് സമീകരിച്ചുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. അങ്ങനെയാണോ RSS കൊല്ലുന്ന കൊലയും കാണുന്നു കേരളത്തിന്റെ? അതെങ്ങനെയാണ് വ്യത്യസ്തമാവുക? RSSകാര് CPMന്റെ കഴുത്ത് വെട്ടുന്നതും PFIക്കാര് മാഷിന്റെ കൈ വെട്ടുന്നതും ഒരുപോലെ. RSSകാര് CPMമാരുടെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതും PFIക്കാര് മാഷിന്റെ കൈ വെട്ടുന്നത് ഒരുപോലെ അല്ലേ? അല്ല, ഒരുപോലെ അല്ല. അതിന്റെ പിന്നിലുള്ളൊരു മതഭീകരതയുടെ തത്വശാസ്ത്രമുണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന എല്ലാം ഭീകരതയാണ്. രണ്ട് തന്നെയാണ്. മനുഷ്യനെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രങ്ങളൊക്കെയും ഭീകര പ്രത്യയശാസ്ത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് ഹാഷ്മി ഒരു കൈവെട്ടോ കൈവെട്ട് കേസ്, ഒരു കഴുത്തുവെട്ട് കേസിനേക്കാൾ പ്രാധാന്യവും പ്രാമുഖ്യവും ഭീകരതയും ആഘാതവും സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? അതിന്റെ പിന്നിലുള്ളൊരു ഭീകരതയുടെ തത്വശാസ്ത്രം ഉണ്ടെന്നുള്ളത് കൊണ്ടാ. ഭീകരതയുടെ തത്വശാസ്ത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കഴുത്തുവെട്ടിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് സമൂഹത്തിൽ, ഒരു ഭയപ്പാടിന്റെ ഇമ്പാക്ട് ഉണ്ടായത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു നിരപരാധിയായ മനുഷ്യന്റെ ഭാര്യയും മക്കളുമുള്ള ഒരാളെ കൊന്ന് ആണ് കഴുത്ത് വെട്ടി കൊല്ലുമ്പോഴും 52 വെട്ടി കൊല്ലുമ്പോഴും അല്ലെങ്കിൽ കൈയും കാലും വെട്ടി വേർപെടുത്തുമ്പോഴും കൈ വെട്ടുമ്പോഴും കാല് വെട്ടുമ്പോഴും ഒക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരേ ഭീകരത ഉള്ളിൽ തോന്നണം സാർ. താങ്കൾക്ക് തോന്നുന്നില്ലെങ്കിൽ മറ്റെന്തോ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ എത്തും കേട്ടോ ആർ വി ബാബു. സാറേ, പിന്നെ എന്തിനാണ് IPSൽ വ്യത്യസ്ത നിയമങ്ങൾ? സാറേ, എന്തിനാണ് IPSൽ വ്യത്യസ്ത നിയമങ്ങൾ? അല്ല, ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു മാത്രമല്ല, ഒരു ഭീകരവാദ കേസിൽ നിയമം അവിടെ നിൽക്കട്ടെ. നിയമം അവിടെ നിൽക്കട്ടെ. നിയമം അവിടെ നിൽക്കട്ടെ. ഒരു ആർ വി ബാബു ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഭീകരവാദ കേസ്, ആർ വി ബാബു ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്
ഒരാളെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതും ഒരാളെ കൈവെട്ടുന്നതും ഒരുപോലെ തോന്നുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കഴുത്ത് വെട്ടുന്നതിനേക്കാൾ ആർ വി ബാബുവിന് ഭീകരത മറ്റേത് തോന്നുമെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നോക്കി നമുക്കെന്താ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം? ആർ വി ബാബു, നിയമം അവിടെ നിൽക്കട്ടെ. അല്ല ഹാഷ്മി അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വിഷയത്തെ വളരെ ലഘൂകരിക്കുന്നു. കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലപാതകങ്ങളെയും എല്ലാം ഒരേപോലെ താങ്കളാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. ആശയമാണ് ഇത്. കൊലപാതകങ്ങളെ ഇപ്പോൾ താങ്കളാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. കേരളത്തിൽ ഇത്രത്തോളം ഉണ്ടായ അകാല വൈധവ്യങ്ങളെ, അകാല അനാഥത്വങ്ങളെ താങ്കൾ സിംപ്ലിഫൈ ചെയ്ത് കാണുകയാണ് ആർ വി ബാബു. അനാഥ വൈധവ്യങ്ങളെ, അഗാധ പുത്രദുഃഖങ്ങളെ താങ്കൾ സിംപ്ലിഫൈ ചെയ്ത് കാണുകയാണ്. താങ്കൾ സിംപ്ലിഫൈ ചെയ്ത് കാണുകയാണ്. തെറ്റാണ്, മനുഷ്യവിരുദ്ധമാണ് ആർ വി ബാബു. ഭീകരവാദികളെ വെള്ളപൂശിയാണ് ഹാഷ്മി. ഭീകരവാദികളെ വെള്ളപൂശിയാണ്. കൊലപാതകികളെ താങ്കൾ വെള്ളപൂശാണ്. ആശയം അതേപടി വിഴുങ്ങി ഇവിടെ ഛർദ്ദിക്കുകയാണ്. മനുഷ്യനെ കഴുത്ത് വെട്ടിക്കൊല്ലുന്ന ഭീകരശക്തികളെ താങ്കൾ വെള്ളപൂശുകയാണ്. മനുഷ്യനെ കഴുത്ത് വെട്ടിക്കൊള്ളുന്ന ഭീകരശക്തികളെ താങ്കൾ വെള്ളപൂശുകയാണ്. 100 അനാഥത്വം കാരണമായ ഭീകരശക്തികളെ താങ്കൾ വെള്ളപൂശുകയാണ്. ഞാൻ ആരെയും വെള്ളപൂശിയിട്ടില്ല സാർ. നന്ദി, താങ്ക് യു. ആരെയും വെള്ളപൂശിയിട്ടില്ല. രണ്ടിന്റെയും ഇമ്പാക്ട് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടിന്റെയും ഇമ്പാക്ട് വ്യത്യാസം, രണ്ടും ഉണ്ടാക്കുന്ന സമൂഹത്തിലെ ആഘാതത്തിന് വ്യത്യാസമുണ്ട്. ശരിയാണ്. കഴുത്ത് വെട്ടിയാലും ചോര ഒഴുകും, കൈ വെട്ടിയാലും ചോര ഒഴുകും. ഇമ്പാക്ട് മറുപടി തരും നിങ്ങൾ. സാർ, കഴുത്ത് വെട്ടിയാൽ ചോര ഒഴുകും, കൈ വെട്ടിയാലും ചോര ഒഴുകും. അങ്ങനൊക്കെ ഇമ്പാക്ട് ഒന്നും തന്നെ, ഒരു മനുഷ്യനൊന്നും ഇമ്പാക്ട് ഒന്നും തന്നെ. ഓക്കെ, ഞാൻ അറിയൂ ബാബു. അല്ല കേസ് ഓരോ കേസിനും ഓരോ കേസിനും ഇപ്പോ ബലാത്സംഗ കേസ് ഒട്ടനവധി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്താ നടിക്കെതിരെയുള്ള ബലാത്സംഗ കേസ് വലിയ തോതിൽ വിഷയമാവുന്നത്? എന്തുകൊണ്ടാണ്? ഓരോ കേസിനും ഓരോ മാനമുണ്ട്. ആ മാനത്തിനനുസരിച്ചിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിലെ എല്ലാ ബലാത്സംഗ കേസും ചർച്ച ചെയ്യാറുണ്ടോ? റേപ്പ് കൊട്ടേഷൻ ആയതുകൊണ്ടാ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യുന്ന ഉണ്ടായാൽ. ഇത് ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ ആദ്യത്തെയാണോ? ആദ്യത്തേതാണ്. ആർ വി ബാബുവിന് അറിയാവുന്ന വേറെ റേപ്പ് കൊട്ടേഷൻ പറയാമോ? ബാബുവിന് അറിയാവുന്ന വേറെ റേപ്പ് കൊട്ടേഷൻ പറയാമോ? ആർ വി ബാബുവിന് അറിയാവുന്ന വേറെ റേപ്പ് കൊട്ടേഷന്റെ പറയാമോ? കേസ് പറയാമോ? ആർ വി ബാബുവിന് അറിയാവുന്ന കേരളത്തിലെയോ രാജ്യത്തെയോ വേറെ റേപ്പ് കൊട്ടേഷൻ പേര് പറയാമോ? ഏത് കൊട്ടേഷൻ? നിർഭയ കേസ് ഏത് കൊട്ടേഷനാണ് സാർ? ഏത് കൊട്ടേഷനാ? നിർഭയ കേസ് ഏത് കൊട്ടേഷനായിരുന്നു? ഏത് കൊട്ടേഷനായിരുന്നു? രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസല്ലേ? ആർ വി ബാബു, നിർഭയ കേസ് ഏത് കൊട്ടേഷനായിരുന്നു? അതുണ്ടാക്കുന്ന മാനം വേറെയാണ്. നിർഭയ കേസ് ഏത് കൊട്ടേഷനായിരുന്നു? ആർ വി ബാബു പറയുകയാണ് എന്താണ് റേപ്പ് കൊട്ടേഷൻ, ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ ആണ്. ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ ആണ്, അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത. ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ ആണ്. അല്ലെങ്കിൽ ആർ വി ബാബുവിന് അറിയാവുന്ന വേറെ റേപ്പ് കൊട്ടേഷന്റെ പേര് അങ്ങ് ഓർത്തു നോക്കൂ, ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ അങ്ങനെയൊക്കെ എത്താപ്പോഴേക്കും. അല്ലെന്ന് ഞാൻ പറയുന്നത്, ചർച്ച ചെയ്തത് നിർഭയ കേസ് ചർച്ച ചെയ്തോ? നിർഭയ കേസ് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചർച്ച ചെയ്തില്ല. ആ നിർഭയ കേസിന് അതിന്റെ മാനം വേറെയാണ്. നിരവധി